നമ്മളെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാം. LED പോയതാണോ എന്നൊക്കെ നോക്കിയിട്ട്. 2 ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കിട്ടും. മൾട്ടിമീറ്റർ വെച്ച് നോക്കുവാണ് ഏതാണ് നല്ലത്. കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച്. ഇതിൻ്റെ പവർ സപ്ലൈ പോയ, ഈ 2 പവർ സപ്ലൈയും രണ്ടിൻ്റെയും പോലെ മാറ്റി വെക്കാൻ പറ്റുന്നില്ല. ഇതും പോയി. അപ്പം ഇവിടെ ലൈറ്റയിൽ ഇതെല്ലാം സോൾഡർ ചെയ്തെല്ലാം വെച്ച് ലൈറ്റെല്ലാം സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇത് അടിച്ചു പോയിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ രണ്ടിൻ്റെയും മറ്റേ ബോർഡ് കുഴപ്പമില്ല, പവർ സപ്ലൈ മാറിയാൽ രണ്ടും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ 12 വോൾട്ടിൻ്റെ 2 ബാറ്ററി വെച്ചിട്ട് അതിൽ നിന്ന് 24 വോൾട്ട് ആക്കിയേക്ക്. 24 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും. അപ്പം അത് കൊടുത്താൽ ഇത് ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ രണ്ടും കൂടെ ഷോർട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. അത് ഇവിടെ ഒന്ന് അതിനും ഇതിനും ഒന്നിച്ച് കൊടുത്തു. നമുക്ക് ചെയ്യാനുള്ളത് ആ പവർ സപ്ലൈ, രണ്ടിൻ്റെയും പവർ സപ്ലൈ കൊണ്ട് ഈ 2 പവർ സപ്ലൈ ശരിയാക്കിയാൽ ഓക്കെയാണ്. നമുക്ക് അതോടെ ചെക്ക് ചെയ്ത്, ഇതാണ് അതിൻ്റെ പവർ സപ്ലൈ 24 വോൾട്ടിൻ്റെ. ഇത് 24 വോൾട്ടെങ്കിൽ 12 വോൾട്ട് ഔട്ട് വരുന്നത്. അതിൻ്റെ 24 വോൾട്ടാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. റെസിസ്റ്റൻസ് ആയിട്ടിട്ട് കണ്ടിന്യൂറ്റി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ട് പോകുന്നതിന് ലോഡ് എടുക്കുന്നൊരു ഡയോഡ് ഉണ്ടായിരുന്നു. ആ ഡയോഡിന് ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് പകരം നമ്മളിവിടെ തൽക്കാലത്തേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ചെറിയ ഒരു ഡയോഡ് കൊടുത്തു. എന്നിട്ട് നോക്കാം. നമ്മൾ ആ ഡയോഡ് മാറ്റിയിട്ട് ഇത് നമ്മൾ മുമ്പ് കണ്ടത് തന്നെ എന്നിട്ട് ഇങ്ങോട്ട് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓണാക്കി നോക്കാം. യെസ്, ശരിയായിരിക്കുന്നു. ഡയോഡ് മേടിച്ചിട്ടുണ്ട്. ഇതാണ് പുതിയ ഡയോഡ്. ഇത് നമ്മളകത്ത് കൊടുക്കുക കേട്ടോ. നമ്മളപ്പോൾ അത് തിരിച്ച് പിടിപ്പിക്കാൻ പോവാണ്. ഞാൻ അതിൻ്റെ ലെൻസ് വെക്കാം. ചേട്ടാ അതിൻ്റെ ഏറ്റവും പുറം അങ്ങനെ അവസാനം നമ്മൾ സാധനം മൊത്തം റെഡിയാക്കി. ഓക്കെ, ഗുഡ്. മോഡ് മാറുന്നുണ്ട്. മോഡ്